സോ മൂവിങ് ഫോർവേഡ്, ഗ്ലോറിയസ് റെവല്യൂഷൻ നമ്മുടെ സിലബസിൽ വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു എക്സോട്ടിക് ടോപ്പിക് ആണ് അല്ലെ. അപ്പൊ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള, നോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള, റിസോഴ്സ് കുറവുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഏറ്റവും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് വരുന്ന ഇതിനാണ് അല്ലെ. ഇപ്പം ഗ്രീൻ റിബൺ ക്ലബ് എന്താന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സിൽ കിട്ടത്തില്ല. പക്ഷെ ഇതിനൊക്കെയുള്ള ഞാൻ നേരത്തെ തന്നെ ബുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതിനെപ്പറ്റി വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. പാറ്റേൺസ് ആൻഡ് ഇന്ററാക്ഷൻസ് അതിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതിന്റെ നോട്ട്സും ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഇത് വായിച്ചിട്ട് പിന്നെ പുറത്തു നിങ്ങൾ കാര്യമായിട്ടൊന്നും തപ്പി പോകേണ്ടി വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തുതരാം. ചെറിയ ടോപ്പിക്കാണ്, പേടി മാറ്റി വെച്ച് ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ സിലബസിൽ ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, രക്തരഹിത വിപ്ലവം എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ PSC ഇതിനുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട് അല്ലെ. ന്യൂ മോഡൽ ആർമി സ്ഥാപിച്ചതാര്? ഒളിവർ ക്രോംവെൽ. റംബ് പാർലമെന്റ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. അല്ലെങ്കിൽ പ്രൈഡ് സ്പർജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒളിവർ ക്രോംവെൽ ഏത് രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു? ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ ലോങ് പാർലമെന്റ് ഏത് രാജ്യത്താണ് വന്നിട്ടുള്ളത്? ഇതൊക്കെ പണ്ട് തൊട്ടേ PSC ചോദിച്ചിരുന്ന ചോദ്യമാണ്. പക്ഷെ അടുത്ത കാലത്ത് PSC ലേറ്റസ്റ്റ് സിലബസ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിനൊരു പേരിട്ട് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നൊരു സംഭവം പേരിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ട്രഡീഷണൽ ആയിട്ട് ഈ സിലബസ് ഒക്കെ വരുന്നതിന് മുമ്പും പാറ്റേൺ ചേഞ്ചിന് മുമ്പും PSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇത് SCRTയിലുള്ള ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഇത്തിരി ഡെപ്തിൽ ഇറങ്ങി പഠിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറെ കീവേഡ്സും നൗൺസും ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ഫാക്ച്വൽ ആയിട്ട് തന്നെ പഠിച്ചങ്ങ് പോവാം. ആക്ച്വലി നമ്മുടെ എല്ലാ നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ, ഈ പറഞ്ഞ പോലെ ചൈനീസ് റെവല്യൂഷൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇതിനെല്ലാത്തിനെയും ഏറ്റവും കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇതിന്റെ ഒക്കെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ എന്ന് പറയും മാഗ്ന കാർട്ട. ഓക്കെ, അതൊക്കെ നമ്മൾ കാണാം. അതിനുശേഷം വരുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻസിന്റെ ഒക്കെ എന്താ പറയാ ഒരു ഫിലോസഫിക്കൽ ബേസ്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ബ്രിട്ടൻ ഇന്ന് ഒരു രാജഭരണമാണോ അതോ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ അതോ വേറെ വല്ല സിസ്റ്റം ആണോ ബ്രിട്ടൻ ഫോളോ ചെയ്യുന്നത്? ബ്രിട്ടൻ ഇന്ന് എന്ത് ടൈപ്പ് രാജ്യം? ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ ബ്രിട്ടൻ? യെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അല്ലേ. രാജാവുണ്ട്, പക്ഷെ രാജാവിന്റെ ഭരിക്കാനായിട്ട് അവിടെ ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന അനുസരിച്ച് ജനങ്ങൾ ആൾക്കാരെ തിരഞ്ഞെടുക്കും. ഇപ്പൊ മൊണാർക്കിയുടെ ഡെമോക്രസിയുടെ ഒരു മിക്സ് ആണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയാണ്, ബ്രിട്ടനിൽ ഒരു കാലഘട്ടത്തിൽ രാജാവിനെ ജനങ്ങൾ പബ്ലിക്കായിട്ട് തല വെട്ടിക്കൊന്നിട്ട് ഒരു റിപ്പബ്ലിക്കൻ ഭരണം വന്ന രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷെ അതേ ബ്രിട്ടൻ ഇന്ന് രാജഭരണത്തിലേക്ക് തിരിച്ചുപോയി. വൈ? ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞുതരാം. എൻറ്റയർ റെവല്യൂഷൻസിനകത്തും നമ്മൾ സ്ഥിരം കാണുന്ന ഫ്രെയിംവർക്ക് എന്താ? ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വിപ്ലവം വരുന്നു. വിപ്ലവത്തിന് മുൻപോ ശേഷമോ ഒരു സിവിൽ വാർ വരുന്നു. പിന്നെ വിപ്ലവത്തിനകത്തെ നായകന്മാര് ജനങ്ങളെ തേയ്ക്കുന്നു. നമ്മൾ കണ്ട കാര്യം അതാ. ഫ്രഞ്ച് റെവല്യൂഷനകത്ത് മാക്സിമൽ റോബർട്ട്സ്പിയർ നമ്മളെ പഠിപ്പിച്ച പാഠം അതാ, നെപ്പോളിയൻ നമ്മളെ പഠിപ്പിച്ച പാഠം അതാ. അവസാനം ജനങ്ങൾ ഈ റെവല്യൂഷണറീസിനെ കൊണ്ട് പൊറുതിമുട്ടുന്നു. പിന്നെ അതിന്റെ ഇവൻച്വൽ ആയിട്ടുള്ള കൾമിനേഷനിലേക്ക് പോകുന്നത്. ഇതാണ് പൊതുവെ റെവല്യൂഷൻസിലൊക്കെ കാണുന്ന ഒരു കാര്യം. ഗ്ലോറിയസ് റെവല്യൂഷന്റെ കഥയും സെയിം ആണ്. ഒരു സിവിൽ വാർ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ജനങ്ങൾ വിശ്വസിക്കുന്ന നേതാവ് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്, മൊത്തത്തിൽ കോളമായി വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇതിന്റെ ഓരോ ഫാക്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പടം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു പടം വെച്ചിട്ട് വേണം നിങ്ങൾ എൻറ്റയർ ഗ്ലോറിയസ് റെവല്യൂഷൻ സ്റ്റഡി ചെയ്യാൻ. ഓക്കെ. ഇത് വില്യം ആൻഡ് മേരി എന്ന് പറയുന്ന രാജാവിന്റെ രാജ്ഞിയുടെ സ്ഥാനാരോഹണമാണ്, കൊറോണേഷൻ ആണ്. അതായത് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞ സാമ്രാജ്യം ഇവരുടെ ആവാൻ പോവാ. അതിന്റെ ചടങ്ങായി നടക്കുന്നത്. കിരീടം വെച്ചു കൊടുക്കണ്ടല്ലേ, കിരീടം കുറിച്ചു കൊടുക്കുകയാണ്. ഈ വില്യം എന്ന് പറയുന്ന വ്യക്തി നെതർലൻഡിലെ രാജാവാണ്. ഹോളണ്ട്, ഡച്ച് ഒക്കെ ഒറ്റ രാജ്യമാണ്. ഞാൻ പറഞ്ഞ് കേട്ടോണ്ടിരുന്നത്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നോട്ട്സിനകത്തുണ്ട്, ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഈ രാജാവിന്റെ രാജവംശത്തിന്റെ പേരാണ് ഓറഞ്ച്. നെതർലൻഡിലെ രാജാവായിരുന്നു. അപ്പൊ നമുക്കൊരു സാധ്യതാ ചോദ്യമല്ല, PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓറഞ്ച് രാജവംശം ഏത് രാജ്യത്ത്? അത് നെതർലൻഡിലെ രാജവംശമാണ്, അല്ല ഹോളണ്ടിലെ രാജവംശമാണ് ഈ പറയുന്നത്. നെതർലൻഡ് ഹോളണ്ടിലെ ഒരു സാധനം തന്നെ. അപ്പൊ ഈ രാജാവ് ബ്രിട്ടീഷ് കിരീടാവകാശിയായിട്ടുള്ള മേരി ചേച്ചിയെ കല്യാണം കഴിക്കും. അങ്ങനെ ഇവരെ രണ്ടുപേരെയും എൻറ്റയർ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് അവരോധിക്കുന്ന ഒരു ചടങ്ങായി കാണുന്നു.
കൊറോണേഷൻ ഓഫ് വില്യം ആൻഡ് മേരി. ലോക ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് പെയിന്റിങ്സ് ഒന്നാണ്. കൊളോണിയൽ പെയിന്റിങ്സിനകത്ത് ഏറ്റവും എണ്ണം പറഞ്ഞ പെയിന്റിങ്സ് ഒന്നായിരുന്നു. പക്ഷെ ഇവരുടെ മുഖത്തോട്ട് നോക്കി എന്തെങ്കിലും സന്തോഷമുണ്ടോ? രാജാവ് രാജ്ഞിയാവാൻ പോകുന്ന ആൾക്കാരാ. മേരി ഏതാണ്ട് ഡിപ്രഷൻ അടിച്ച് തലയും താത്തിരിക്കുന്നു. രാജാവ് അത്ര ഹാപ്പി ഒന്നും അല്ല. വൈ? എന്തുകൊണ്ടാ? അവിടെ കിരീടം തല വെക്കാൻ പോവാണോ? ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ അവസാനത്തെ പിക്ചർ. നമ്മൾ ഇവിടുന്ന് പുറകേട്ടിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മനുഷ്യൻ അവിടെ നിന്ന് എന്തോ വായിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പ്രശസ്തിയാണെന്ന്. ഈ രാജാവൊക്കെ അധികാരത്തിൽ രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രശസ്തി എന്നൊരു ഡോക്യുമെന്റ് പൊതുവെ ഇന്ത്യൻ കൾച്ചറിൽ വായിക്കാറുണ്ട് അല്ലെ. പ്രയാഗ് പ്രശസ്തി ഒക്കെ ഫേമസ് ആണ്. ഇവരെ പുകഴ്ത്തിക്കൊണ്ട് വായിക്കുന്നതാണ്, ഒരിക്കലും അല്ല. ആക്ച്വലി ഇവരൊക്കെ പാർലമെന്റിന്റെ പ്രതിനിധികളാണ്. ഇവര് മേരിയുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അത് അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞതല്ല, ഫാക്ച്വലായിട്ട് പറഞ്ഞതാണ്. കാര്യം മേരിയുടെ അച്ഛൻ ഒരു മോശപ്പെട്ട രാജാവായിരുന്നു. അപ്പൊ ഈ ഡോക്യുമെന്റ് വായിക്കുന്ന മൊത്തവും മേരിയുടെ അച്ഛൻ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങളാണ്. ആ തോന്നിവാസത്തിന്റെ ഫലമായിട്ടാണ് അങ്ങേരെ പുറത്താക്കിയത്. സോ മേരി ഇനി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും ചവിട്ടി പുറത്താക്കും. ബിക്കോസ് ദിസ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് മൊണാർക്കി, റാദർ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അപ്പൊ ഇവരുടെ വീട്ടുകാരെ ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഇത് കേട്ടിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. നിർത്തി അപമാനിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് പുറകിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് രാജാവിന്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ രാജ്ഞിയുടെ മുഖത്ത് നോക്കി ആ രാജ്ഞിയുടെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്റ് വായിക്കാൻ തക്ക രീതിയിൽ ബ്രിട്ടനിലെ ജനത ഈ കാലഘട്ടത്തിൽ പ്രബുദ്ധരാവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇവന്റിലേക്കുള്ള ചരിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനെ കുറച്ചും കൂടെ നമുക്ക് പുറകിലേക്ക് സഞ്ചരിക്കണം. ഒരു 13-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോവാണ്. 1215 AD. ഈ ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രാചീനത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മലയാള ഭാഷ പോലും ഇന്ന് കാണുന്ന രീതിയിൽ ഫോം ചെയ്തിട്ടില്ല. നമ്മുടെ രാമചരിതം ഒക്കെ ഉണ്ടല്ലോ, ശ്രീരാമയുടെ രാമചരിതം, ഈ രാമായണം, അതൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാലഘട്ടമായത്. ഇപ്പം മലയാള ഭാഷ അല്ലെങ്കിൽ ഒരു പ്രോട്ടോ ദ്രാവിഡിയൻ ലാംഗ്വേജ് മാത്രം നിലനിന്ന കാലഘട്ടമാണത്. അത്രയും പഴയ കാലഘട്ടമാണത്. ഈ സ്ഥലത്ത് ലോകത്തിന് മുഴുവൻ രാജാക്കന്മാരും മറ്റ് പല ലാംഗ്വേജസും ഇവോൾവ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഈ സമയത്താണ് നമ്മൾ ഇംഗ്ലണ്ടിനെ നോക്കിക്കണ്ടത്. അതിൽ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധനായ ജനത, ദ മോസ്റ്റ് എൻലൈറ്റഡ് സിറ്റിസണറി പോപ്പുലസ് ഉള്ള രാജ്യമായിരുന്നു ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടനിലെ ജനത ഈ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ രാജാവായിട്ടുള്ള കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ടിനെ കൊണ്ട് മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഒരു ഡോക്യുമെന്റ് ഒപ്പിടുന്നുണ്ട്. മാഗ്ന കാർട്ട, ഗ്രാൻഡ് ചാർട്ടർ, വലിയൊരു ഡോക്യുമെന്റ്. അതാണ് അതിന്റെ അർത്ഥം. എന്താ ഇതിന്റെ കോണ്ടെക്സ്റ്റ്? അതിന് പണ്ട് തൊട്ടേ രാജാക്കന്മാര് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടല്ലേ, ഡിവൈൻ റൈറ്റ്സ് തിയറി. രാജാവ് ദൈവത്തിന്റെ അടുത്ത് മാത്രം ആൻസറബിൾ ആയിട്ടുള്ളത്, വിച്ച് മീൻസ് രാജാവ് ദൈവതുല്യനാണ്, രാജാവിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ഒരു സിദ്ധാന്തമാണ് ഡിവൈൻ റൈറ്റ്സ് തിയറി. ഈ ഡിവൈൻ റൈറ്റ്സ് തിയറിക്ക് എതിരായിട്ട് ബ്രിട്ടനിലെ ജനത തിരിയുന്നു. അങ്ങനെ അവരെ രാജാവിനെ കൊണ്ട് മാഗ്ന കാർട്ട ഒപ്പിടിക്കും. ഇതിനകത്തുള്ള നിങ്ങൾ കൂടുതൽ ഡിവൈൻ റൈറ്റ്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ദൈവം അവിടെ ഇരിക്കുക, നിങ്ങൾ അത് മൈൻഡ് ചെയ്യണം, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കാം. അതായത് ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, രാജാവ് അവകാശങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന എണ്ണം പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ആണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഡെമോക്രസിയുടെ ഒരു ആദ്യത്തെ എൻസംബിൾ ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് ശേഷമാണ് ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ്. ജനങ്ങൾക്ക് അവകാശമുണ്ട്, രാജാവിനേക്കാൾ മുകളിൽ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സിദ്ധാന്തം വരുന്നത്. ഇതാണ് 1215 AD ജോൺ ഓഫ് ഇംഗ്ലണ്ടിന്റെ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയിൽ ഒപ്പിട്ടതാര്, മാഗ്ന കാർട്ട ഏത് വർഷമാണ് പുറത്തു വന്നത്, ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. നിങ്ങളോട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന ഇവന്റ് 5 മിനിറ്റ് പറയാനുള്ളത് പോലും ഇല്ല. ചോദ്യം അതിൽ നല്ല വരുന്നത് ഗ്ലോറിയസ് റെവല്യൂഷന് ഒരു 100 വർഷം മുമ്പും ഗ്ലോറിയസ് റെവല്യൂഷന് 10 വർഷത്തിന് ശേഷവും ഒരു 35 വർഷത്തിന് ശേഷമുള്ള ചരിത്രമാണ് ചോദ്യങ്ങൾ വരുന്നത്. ഗ്ലോറിയസ് റെവല്യൂഷൻ ആസ് സച്ച് ചോദ്യങ്ങൾ വരാറില്ല. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ചോദ്യങ്ങൾ മൊത്തം വരുന്നത്. സോ ഈ മാഗ്ന കാർട്ടയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതായത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. രാജാവ് ജീവിക്കുന്നത് ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞിട്ടാണ്, ടാക്സേഷൻ. അപ്പം രാജാവ് ജനങ്ങളെ ടാക്സ് ചെയ്യണമെങ്കിൽ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് പറയുന്ന പോലെ രാജാവ് ഭരിക്കണം. അതാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഒരു പ്രാചീന ഫോമാണ്. ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്ത് ഒരു പാർലമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാർലമെന്റ് പറയുന്ന പോലെ രാജാവ് ഭരിക്കണം. ടാക്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടുന്നത് ഈ പാർലമെന്റ് ആയിരിക്കണം എന്നാണ് ഈ സ്ലോഗൻ പറയുന്നത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ഒരു മുദ്രാവാക്യമല്ലേ പിന്നീട് അമേരിക്കൻ വിപ്ലവത്തിനെയും
ഫ്രഞ്ച് വിപ്ലവത്തിനെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. കിട്ടിയോ? അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള മുദ്രാവാക്യം ആരാ ക്രിയേറ്റ് ചെയ്തത്? PSCയുടെ ചോദ്യമാണല്ലോ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ മുദ്രാവാക്യം സൃഷ്ടിച്ചത് ആര്? യെസ്, ഓട്ടിസ്, ജെയിംസ് ഓട്ടിസ്. ശ്രീ, വെരി ഗുഡ്. അത് ആക്ച്വലി ഫാക്ച്വലി റോങ് ആണ്. അമേരിക്കൻ വിപ്ലവത്തിൽ ആ ഒരു മുദ്രാവാക്യത്തിനെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ്. അതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, 1215 തന്നെ ബ്രിട്ടൻ ഈ സ്ലോഗൻ മുഴങ്ങി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം, അനാവശ്യമായിട്ടുള്ള കുറെ ഫാക്ടുകൾ പഠിച്ചുകൊണ്ട് പോയി അനലൈസ് ചെയ്ത് കുളമാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി, സമ്മതിക്കുന്നത്. പക്ഷെ മാർക്ക് കിട്ടുമോ? മാർക്ക് കിട്ടത്തില്ല. സോ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിംസ് ഓട്ടിസ്. PSCയുടെ ആ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ തന്നെ പഠിച്ചു. SCERT അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ച് കുളമാക്കരുത്, മാർക്ക് കിട്ടാൻ വേണ്ടുന്ന രീതിയിൽ പഠനത്തെ ക്രമീകരിക്കാം. അപ്പൊ ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ മാഗ്ന കാർട്ടയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ജൂറി ട്രയൽ. പണ്ട് രാജാവായിരുന്നു വിചാരണ നടത്തുന്നതും ശിക്ഷ വിധിക്കുന്നതും ഒക്കെ. ഇനി മുതൽ അതിന് ജൂറി ഉണ്ട്. മാത്രമല്ല എല്ലാവർക്കും നിയമത്തിന്റെ സംരക്ഷണമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതോടുകൂടിയാണ്. നേരത്തെ രാജാവിന്റെ വാഴ്ച, റൂൾ ഓഫ് മാൻ ആയിരുന്നു, റൂൾ ഓഫ് കിങ്. ഇനി മുതൽ രാജാവിന് മുകളിലാണ് ലോ, നിയമം. ഇനി എല്ലാവരും നിയമം അനുസരിച്ച് ജീവിച്ചോണം എന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോ. ഇതൊക്കെ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്ന 1215 ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സമയത്ത് ഈ പറഞ്ഞ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പീരീഡ് ആയതാണ്. ഇന്ത്യയിലെ ഭാഷകൾ പോലും ജന്മം കൊള്ളുന്നുള്ളൂ ഈ സമയത്ത്. അപ്പോഴാണ് ഇംഗ്ലണ്ടിൽ ഇത്രയും വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് വരുന്നത്. പൊളിറ്റിക്കൽ ചേഞ്ച്. ഇതിന്റെ ഭാഗമായിട്ടാണ് അതേ വർഷം തന്നെ പാർലമെന്റ് ജന്മം കൊള്ളുന്നത്. പാർലമെന്റ് ജന്മം. ഓക്കെ. അപ്പൊ നമുക്കിനി ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റ് ചില പോയിന്റ്സിലേക്ക് പോവാം. ഈ ഗ്ലോറിയസ് റെവല്യൂഷന്റെ വർഷം ഏതാ? ഇയർ ഓഫ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഏത് വർഷം ഗ്ലോറിയസ് റെവല്യൂഷൻ സംഭവിക്കുന്നത്? 1688 മുതൽ 1689 വരെയാണ്. 1689 എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോറിയസ് റെവല്യൂഷൻ സംഭവിച്ച വർഷം ഏത്? 1689 എന്ന് SCERT എന്തോ കണക്കുണ്ട്. പക്ഷെ റെവല്യൂഷൻ ഓഫ് 1688 എന്ന് വിളിക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യമുണ്ട്. അതും ഇതേ റെവല്യൂഷൻ തന്നെ. ഒരു വർഷം അങ്ങോട്ട് റെവല്യൂഷൻ അല്ലേ കറക്റ്റ് ഇത്ര ഡേറ്റിൽ തുടങ്ങി ഇത്ര ഡേറ്റിൽ തീർന്നു പറയാൻ പറ്റുമോ? അപ്പം റെവല്യൂഷൻ ഓഫ് 1688 എന്ന് വിളിക്കുന്നതും ഇതേ ഗ്ലോറിയസ് റെവല്യൂഷനാണ്. ബ്ലഡ്ലെസ് റെവല്യൂഷനും സെയിം റെവല്യൂഷനാണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ, റെവല്യൂഷൻ ഓഫ് 1688, ബ്ലഡ്ലെസ് റെവല്യൂഷൻ. ഇത് മൂന്നെണ്ണം ഒറ്റ റെവല്യൂഷന് വിവിധ പേരുകളാണെന്ന് അറിയരുത്. നൗ മൈ ക്വസ്റ്റ്യൻ ടു യു ഈസ് ദാറ്റ്, നമ്മൾ വേറെ ഒരു റെവല്യൂഷൻ പഠിച്ചപ്പോഴും ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. അത് ഏത് റെവല്യൂഷൻ ആയിരുന്നു? ബ്ലഡ്ലെസ്. യെസ്, റഷ്യൻ റെവല്യൂഷന്റെ ഫസ്റ്റ് ഫേസ്. എക്സാക്ട്ലി ഫസ്റ്റ് ഫേസ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ നമ്മൾ കണ്ടു ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നത്. ബ്ലഡ്ലെസ് റെവല്യൂഷൻ തന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വേറൊരു ബ്ലഡ്ലെസ് റെവല്യൂഷൻ. ഇത് വേറെ, അത് വേ, ഇത് റേ. ഓക്കെ. ഇവിടെ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ ഞാൻ ചുരുക്കി എന്ന് പറഞ്ഞുതരാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നെറികെട്ട സ്റ്റുവർട്ട് രാജാവായിരുന്നു ജെയിംസ് ദ സെക്കൻഡ്. ഈ മനുഷ്യനെ ചവിട്ടി പുറത്താക്കി ജെയിംസ് ദ സെക്കൻഡിന്റെ മകളായ മേരിയുടെ ഭർത്താവ് വില്യം ഓഫ് ഓറഞ്ച്, ഇവരെ ഭരണം ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇത് ഒറ്റ രാത്രി കൊണ്ടാണ് നടക്കുന്നത്. അതാണ് റെവല്യൂഷൻ എന്നുള്ള പേര്. ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ജെയിംസ് ദ സെക്കൻഡിനെ പുറത്താക്കുന്നു, വില്യത്തിനെ മേരിയെ അകത്താക്കുന്നു, അതായത് ഭരണം ഏൽപ്പിക്കുന്നു. ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഇത് ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ, റിലീജിയസ്, കൾച്ചറൽ കോസസ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. എൻഡ് ഓഫ് ദി ഡേ ഇത് ചെന്ന് നിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലാണ്. പാർലമെന്റ് അതിശക്തരാവുകയും രാജാവ് പാർലമെന്റിന്റെ കൺസെന്റോടുകൂടി മാത്രം ഭരിക്കാൻ പ്രേരിതരാവുകയും ചെയ്ത സിറ്റുവേഷൻ ആണ്. ഓക്കെ. യെസ്, ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ ചുരുക്കം. ഇവിടെ നമുക്ക് കുറച്ച് സ്ഥിരം ചോദ്യങ്ങളിലേക്ക് പോവാം. ഈ ചോദ്യങ്ങളിൽ കൂടെ നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കാം. പൊളിറ്റിക്കൽ റീസൺ എന്തായിരിക്കും ഗ്ലോറിയസ് റെവല്യൂഷന്റെ പൊളിറ്റിക്കൽ റീസൺ? സ്റ്റുവർട്ട് രാജവംശത്തിന്റെ മിസ് ഗവർണൻസ് അല്ലെങ്കിൽ അവരുടെ ദുർഭരണമാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട റീസൺ. നമുക്ക് സ്റ്റുവർട്ട് രാജവംശത്തിലെ ഓരോ രാജാക്കന്മാരെയായിരുന്നു പരിചയപ്പെട്ട് പോവാം. നമ്മളിപ്പം കണ്ടു
ജെയിംസ് ദ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിനെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷമാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എൻഡ് ചെയ്തത്. അപ്പൊ അറിഞ്ഞിരിക്കുക, ജെയിംസ് എന്ന് പേരുള്ള രാജാക്കന്മാരെല്ലാം ഇവിടെ പ്രശ്നമാണ്. നമ്മുടെ ക്ലാസ്സിൽ ജെയിംസ് ആരും ഇല്ലല്ലോ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ, ജനറലൈസ് ചെയ്യരുത്. കാര്യം ഈ റെവല്യൂഷനിൽ ജെയിംസ് വരുന്നുണ്ട്, ചാൾസ് വരുന്നുണ്ട്, ക്രോംവെൽ വരുന്നുണ്ട്, കുറെ നൗൺസ് വരുന്നുണ്ട്. ജെയിംസ് ആണെങ്കിൽ പുള്ളി പ്രശ്നക്കാരനാണ് എന്നറിയുന്നത്. ജെയിംസ് ഒരു ഓർഡർ അറിയാൻ വേണ്ടിയിട്ട് JC ഡാനിയൽ എന്നോ JCB എന്നോ ഓർത്താൽ മതി. ജെയിംസ് കഴിഞ്ഞിട്ടാ ചാൾസ് വരുന്നത്. ഈ ഒരു ഫ്രെയിംവർക്ക് മനസ്സിലാക്കണം. JCB, ഞാൻ ഓർക്കുന്നത് JCB എന്നാണ്. JCB നിങ്ങൾ JC ഡാനിയൽ എന്ന് വല്ല ഓർത്തിരിക്കുക. ഇതേ ജെയിംസ് കഴിഞ്ഞിട്ട് വരുന്ന രാജാവാണ് ചാൾസ്. ഈ ചാൾസ് ഒക്കെയാണ് ഏറ്റവും പ്രശ്നക്കാരൻ. ചാൾസ് 1 ഉണ്ട്, ചാൾസ് 2 ഉണ്ട്. ഒരു ചാൾസ് ഭേദമാണ്, മറ്റേ ചാൾസ് പ്രശ്നക്കാരാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് JC എന്നൊരു കോഡ് യൂസ് ചെയ്യുക. ജെയിംസ് എന്ന പേരിൽ എല്ലാവരും പ്രശ്നക്കാരാണ്. ഓക്കെ, ആദ്യമേ നമുക്ക് ജെയിംസ് 1നെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ കണ്ടു വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് നെതർലാൻഡിലെ രാജാവാണ്. ഈ നെതർലാൻഡിന്റെ മറ്റൊരു പേരാണ് ഹോളണ്ടും ഡച്ചും ഒക്കെ. നമുക്ക് എങ്ങനെയാണ് ചോദിക്കാം, ഓറഞ്ച് രാജവംശം ഏത് രാജ്യത്തിന്റെ അധികാരമുള്ളതാണ്? ഡച്ച്, ഹോളണ്ട്, നെതർലാൻഡ്. ഓക്കെ, ഇപ്പൊ കിങ് ജെയിംസ് 1 നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. പുള്ളിയാണ് പറഞ്ഞത് നോ ബിഷപ്പ് നോ കിങ് എന്ന്. നോ ബിഷപ്പ് നോ കിങ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല. ഇത് പറയുന്ന റീസൺ എന്താ? ഈ രാജഭരണം അല്ലെങ്കിൽ മൊണാർക്കി എന്ന് പറയുന്ന ഒരു ഉടായിപ്പ് സമ്പ്രദായത്തെ പിടിച്ചു നിർത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ? ചർച്ചാണ്. കാര്യം ദൈവം ആണ് രാജാവിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ദൈവം പറയുന്നത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാ? അത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ടെമ്പിൾസ് ആയിരുന്നു. മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിൽ ആ ഒരു നിർവഹിച്ചിരുന്ന ഇസ്ലാമിക് ചർച്ചുകളായിരുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല. ഈ ഒരു സമയത്ത് ഈ സ്കോട്ടിഷ് ചർച്ചിനെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അപ്പൊ രാജാവ് പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും ചർച്ചിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എൻ അഗ്രഷൻ അഗെയിൻസ്റ്റ് കിങ്സ് ഹിംസെൽഫ്. രാജാവിനെതിരായിട്ടുള്ള അഗ്രഷൻ ആയിട്ട് കണക്കാക്കപ്പെടുകയും ഐ വിൽ ഹാരി ദം ഔട്ട് ഓഫ് ദ ലാൻഡ് ഓർ എൽസ് ഡു വേഴ്സ്. അവരെ ലാൻഡിൽ നിന്ന് പുറത്താക്കുകയും അല്ലെങ്കിൽ അതിന്റെ അപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരത ഞാൻ ചെയ്യുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. ചർച്ചിനെ തൊട്ടാൽ അക്കളെ തീക്കളെ സൂക്ഷിച്ചോ എന്നാണ് രാജാവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് രാജാവും ചർച്ചും തമ്മിലുള്ള ബന്ധം. കിങ് ജെയിംസ് ദ ഫസ്റ്റ് ഇത് തമ്മിലുള്ള ബന്ധം. നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്, രാജാവില്ലെങ്കിൽ ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ലെന്ന് പ്രഖ്യാപിച്ചാൽ അത് ജെയിംസ് രാജാവാണ്. ഇവരൊക്കെ സ്റ്റുവർട്ട് രാജവംശം എന്നുള്ളത് അറിയിക്കാലോ. ഇപ്പം ജെയിംസിന് ശേഷം വരുന്ന രാജാവാണ് ചാൾസ്. പുള്ളിയും ഈ പറഞ്ഞ പോലെ പാർലമെന്റുമായിട്ട് എപ്പോഴും അടിയാ. പാർലമെന്റ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ, ഫ്രാൻസിലും ചൈനയിലും റഷ്യയിലും ഒക്കെ കണ്ട ചരിത്രം എന്താ? ജനങ്ങൾ സ്ട്രോങ് ആവുമ്പോൾ രാജാവ് തൽക്കാലത്തേക്ക് കോംപ്രമൈസ് ചെയ്യും, ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഗ്രി ചെയ്യും. എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് പണി കൊടുക്കാൻ നോക്കും. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് കണ്ടിരുന്നു, വാർ ഓഫ് ഫസ്റ്റ് കോയിലേഷന്റെ കോണ്ടെക്സ്റ്റ് അതായിരുന്നു അല്ലെ. അതിൽ ഇവിടെ സംഭവിക്കുന്ന സെയിം പരിപാടിയാണ്. ചാൾസ് ദ ഫസ്റ്റിന്റെ സമയത്ത് പാർലമെന്റ് ഭയങ്കര പവർഫുൾ ആവുന്നുണ്ട്, ജനങ്ങൾ പാർലമെന്റിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ രാജാവിനും പാർലമെന്റിനും എതിരായിട്ട് ക്ലാഷ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് തൽക്കാലത്തേക്ക് പാർലമെന്റിനെ വെറുപ്പിക്കണം. കാര്യം ഈ ടാക്സ് പിരിക്കണമെങ്കിൽ പാർലമെന്റ് വേണം, പൈസ ഇല്ലെങ്കിൽ രാജാവിന് തീർക്കാൻ ഒക്കത്തില്ല. സോ അതിനു വേണ്ടിയിട്ട് ഈ ജനങ്ങളുടെ നിർബന്ധപ്രകാരം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് രാജാവ് ഒപ്പിടാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് രാജഭരണത്തിന്റെ പല അവകാശങ്ങൾ എടുത്ത് കളയുന്നുണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനകത്ത്. ഉദാഹരണത്തിന് പാർലമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ടാക്സിന് മുതൽ പിരിക്കാൻ ഒക്കത്തില്ല. അത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. രാജാവിന് മാർഷ്യൽ ലോ ചുമ്മാ കയറി ഡിക്ലെയർ ചെയ്യാൻ ഒക്കത്തില്ല. ആരെയും അനാവശ്യമായിട്ട് ജയിലിൽ അടയ്ക്കാനും ഒക്കത്തില്ല. ഇതാണ് ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ. ചാൾസ് ഇതെല്ലാം ഒപ്പിടുന്നുണ്ട്. പക്ഷെ ഒപ്പിട്ട് വീട്ടിൽ പോയിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് രാജാവ് എന്താ ചെയ്യാ? ഇവർക്ക് പണിയെടുക്കാൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വർക്ക് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രാൻസിലും കണ്ട സെയിം ആണല്ലോ, ലൂയി 16 ചെയ്ത സെയിം പരിപാടിയാണല്ലോ. യെസ്. സോ ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ എങ്ങനെയായെന്ന് മനസ്സിലായോ? ഇന്ത്യയിലും ടാക്സ് ഇമ്പോസ് ചെയ്യണമെങ്കിൽ അതിന്റെ അധികാരം ആർക്കാം? മണി ബിൽ അല്ലെങ്കിൽ ഫിനാൻസ് ബിൽ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോ ടാക്സ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് പാർലമെന്റ്. സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇന്നത്തെ നമ്മുടെ പൊളിറ്റി ഇങ്ങനെ ആവാനുള്ള റീസൺ ഈ പറഞ്ഞ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണ്. ഇതാണ് ഇനി മുതൽ ലോകത്തിനെ ഭരിക്കാൻ പോകുന്ന
പൊളിറ്റിക്കൽ ഫിലോസഫി. അതായത് പാർലമെന്റ് പെർമിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ടാക്സ് ഇമ്പോസ് ചെയ്യാനോ ടാക്സ് മാറ്റാനോ ഒക്കത്തില്ല. മണി ബിൽ അതല്ലേ, മണി ബിൽ ക്യാൻ ബി ഓൺലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. കാര്യം ജനങ്ങളുടെ പ്രതിനിധികളെ ലോക്സഭ ഇരിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത് ടാക്സ് കൂട്ടണോ ടാക്സ് കുറയ്ക്കണോ, റെമിഷൻ നടത്തണോ, റിബേറ്റ് കൊടുക്കണോ, പുതിയ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ, അല്ലേ? യെസ്. മാർഷ്യൽ ലോ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ അതും ഡിക്ലെയർ ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള ക്രൈറ്റീരിയസ് മെറ്റ് ചെയ്യണം. ചുമ്മാ കയറി ഡിക്ലെയർ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ ആവുന്ന റീസണും ഈ ഗ്ലോറിയസ് റെവല്യൂഷന് മുമ്പുള്ള ഇവന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു രാജാവ് ഇതൊക്കെ ഒപ്പിടും. എക്സാക്ട്ലി ഷിനോയ് പറഞ്ഞത് ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങൾക്ക് പിന്നിലും ടാക്സേഷൻ ഒരു ഇഷ്യൂ ആണ്. എക്സാക്ട്ലി ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയത് എങ്ങനെയാ? ടാക്സ് കൂട്ടാൻ വേണ്ടി എസ്റ്റേറ്റ് ജനറൽസിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, തേർഡ് എസ്റ്റേറ്റിനെ പുറത്താക്കുന്നു, അവര് ടെന്നീസ് കോർട്ട് അസംബ്ലി നടത്തുന്നു, നാഷണൽ കൺവെൻഷൻ ആയിട്ട് പ്രഖ്യാപിക്കുന്നു, അവര് രാജാവിനെതിരായിട്ട് തിരിയുന്നു. സംഭവിക്കുന്നത് തന്നെയാണ്. ടാക്സ് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ ഒരു രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ എതിർക്കും. അതാണ് കോണ്ടെക്സ്റ്റ്. യെസ്. അപ്പോ മൂവിങ് ഫോർവേഡ്, ചാൾസ് ദ ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാർലമെന്റിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യുക, പാർലമെന്റിനെ പിരിച്ചുവിടുക. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഇന്ത്യയിൽ പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യാൻ അധികാരം ആർക്കാ ഉള്ളത്? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യാൻ അധികാരം ആർക്കാ ഉള്ളത്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റ്, എക്സാക്ട്ലി കോപ്പിയ, പ്രസിഡന്റ്. ബ്രിട്ടനിലെ ക്രൗണിന് ഈക്വലന്റ് ആണ് ഇന്ത്യയിലെ പ്രസിഡന്റ്. ബ്രിട്ടനിൽ രാജാവും രാജ്ഞിനെ ക്രൗൺ എന്ത് ചെയ്യുന്നു അതിന്റെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? യെസ്. അതൊരു പാർലമെന്റിനെ സമ്മൺ ചെയ്യുന്നു, പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യുന്നു, ഇതൊക്കെ ആരാ? പ്രസിഡന്റിന്റെ പണിയാണ്. ഓക്കെ. ക്രൗണിന് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. ക്രൗണിന് അത്യാവശ്യം പ്രസിഡന്റിനേക്കാൾ സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷൻ പല സാഹചര്യത്തിലുണ്ട് ക്രൗണിന്. യെസ്, അത് നമ്മൾ കാണും. ഇപ്പൊ സ്ലൈഡ് വിസിബിൾ ആണോ നിങ്ങൾക്ക്? പക്ഷെ അതൊന്നും സ്റ്റക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ സ്ലൈഡ്സും എന്റെ വീഡിയോ ഒക്കെ വിസിബിൾ ആണോ? യെസ്, ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ. സോ ഇവിടെ ചാൾസ് ദ ഫസ്റ്റ് പാർലമെന്റിനെ പിരിച്ചുവിടുന്നു. ഇങ്ങനെ 11 വർഷത്തേക്ക് പിന്നെ ഒരു പാർലമെന്റിനെ കൺവീൻസ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചാൾസ് ചെയ്തൊരു പരിപാടിയാണ്. പാർലമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിനെ ക്രൗൺ ഡിസോൾവ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഖജനാവ് കാലിയാവും. കാര്യം എന്താ? ടാക്സ് റേസ് ചെയ്യണമെങ്കിൽ പാർലമെന്റ് വേണം. ആ പാർലമെന്റിനെയാണ് രാജാവ് പിരിച്ചുവിട്ടത്. അങ്ങനെ 1640 ഒക്കെ ആകുമ്പോഴത്തേക്ക് രാജാവ് പിന്നെ പാർലമെന്റിനെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഈ പാർലമെന്റ് 1653 വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാർലമെന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ലോങ് പാർലമെന്റ്. ലോങ് പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൾസ് ദ ഫസ്റ്റ് 1640 വിളിച്ചുകൂടിയ പാർലമെന്റ് ആണ്. ആ പാർലമെന്റ് കുറെ വർഷക്കാലം നിലനിൽക്കുന്നത്. പിന്നെ ഇലക്ഷൻ അവിടെ നടക്കുന്നില്ല, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിനെ വിളിക്കുന്ന പേരാണ് ലോങ് പാർലമെന്റ്. ഇനി നമ്മൾ റംപ് പാർലമെന്റ് കാണും, അത് കാണാതിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനിയാണ് നമ്മൾ ഒളിവർ ക്രോംവെൽ എന്നൊക്കെ പറയുന്ന ഒരാളെ പഠിക്കാൻ പോകും. ഓക്കെ. 1642 മുതൽ 1649 വരെ ഇംഗ്ലണ്ടിൽ ഇനി എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു സിവിൽ വാർ നടക്കുക. സിവിൽ വാർ, അതായത് ഈ പാർലമെന്റ് രാജാവിനിടയ്ക്ക് ഇപ്പൊ ക്ലാഷ് ഉണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ റോയൽ ആൾക്കാർ കാണും, സാധാരണ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിവിലിയൻ പോപ്പുലേഷൻ കാണും. ഇവർക്കിടയിലാണ് എപ്പോഴും സിവിൽ വാർ നടക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇതിനൊരു എക്സെപ്ഷൻ ചൈനീസ് റവല്യൂഷനിൽ മാത്രമേ ഉള്ളൂ. അവിടെ രണ്ട് ജനങ്ങളുടെ ആൾക്കാർ തന്നെയാണ് സമയത്തിലുള്ളത്, അല്ലെ? സോ ഇവിടെ രാജാവിന് പാർലമെന്റിന് എതിരായിട്ട് അവർക്ക് ഇടയിലുള്ള ക്ലാഷ് കൂടുന്നു. ഈ ഒരു സമയത്ത് ചാൾസ് ഈ പറയുന്ന പോലെ പല ഉടായ്പം കാണിക്കാൻ നോക്കുന്നുണ്ട്. അതായത് പാർലമെന്റിലെ അംഗങ്ങളെ കൊല്ലാനും പിടിച്ചെടുക്കാനും ജയിലിലടയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇതാണ് സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട റീസൺ. 1642 ഈ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ചില ഇവന്റ്സ് ഉണ്ട്. ചില ഇവന്റ്സ് ഇവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. കാര്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഗ്രീൻ റിബൺ ക്ലബ് എന്തുമായിട്ട് അസോസിയേറ്റഡ്? അപ്പൊ അതുപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം പ്യൂരിറ്റൻ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റൗണ്ട് ഹെഡ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കാവലിയേഴ്സ് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള ചോദ്യം വരും. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഈ സിവിൽ വാറിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മറ്റൊരു റവല്യൂഷനാണ് പ്യൂരിറ്റൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക. ശുദ്ധി മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ശുദ്ധീകരിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഈ ശുദ്ധി മൂവ്മെന്റ് വാസ് റിലേറ്റഡ് ടു റിലീജിയൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അല്ലെ?
ഇപ്പൊ പ്യൂരിഫിക്കേഷൻ എന്നൊരു വാക്ക് പല സ്ഥലത്തും ഇതിൽ വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി. അതെല്ലാം റിലീജിയസ് പ്യൂരിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിരിക്കുക, റിലീജിയസ് പ്യൂരിഫിക്കേഷൻ. പക്ഷെ ഇത് പ്യൂരിഫിക്കേഷൻ ആണോ അല്ലയോ എന്നൊക്കെ മറ്റൊരു ചോദ്യം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റിലീജിയൻ എന്നുള്ള കാര്യം നിങ്ങൾ അറിയിരിക്കണം. സോ ഈ പ്യൂരിറ്റൻ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോമൻ കത്തോലിക് ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് ഇംഗ്ലണ്ടിലും വളരെ അധികമായിരുന്നു. അത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. റോമിലെ ആൾക്കാർ റോമിന്റെ കാര്യം നോക്കണം, അവരെന്താണ് ഇംഗ്ലണ്ടിലെ ചർച്ചിന്റെ കാര്യം നോക്കുന്നത്? അങ്ങനെ ഇംഗ്ലണ്ടിലെ ചർച്ചിലുള്ള റോമൻ എലമെന്റ്സ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു റെവല്യൂഷനാണ് പ്യൂരിറ്റൻ റെവല്യൂഷൻ എന്ന് പറയാം. അതൊരു റിലീജിയസ് റിഫോംസ് ആണ്. ഓക്കെ, ഇത് രാജാവിന് എതിരായിട്ടുള്ള ഒരു റെവല്യൂഷൻ ആയിരുന്നു. രാജാവ് റോമൻ കത്തോലിക് ചർച്ചിന്റെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻ റെവല്യൂഷൻ ഇതിന് പാരലായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി സിവിൽ വാറിനകത്ത് മേജർ പാർട്ടീസ് എന്ന് പറയുന്നത് റൗണ്ട് ഹെഡ്സും കാവലിയേഴ്സും ആണ്. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ കാവലിയർ എന്ന് വെച്ചാൽ അതിന് മലയാളം എന്താ? കാവലിയർ അല്ലെങ്കിൽ എന്താണ് കാവലിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഷെവലിയർ എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തില്. കാവലിയർ കുതിരപ്പട്ടാളമാണ് അല്ലെ, കുതിരയാണ്. കുതിരയുടെ മുകളിലുള്ള മൗണ്ടഡ് കാവലറി എന്നൊക്കെ പറയാം അല്ലെ, മൗണ്ടഡ് സോൾജിയേഴ്സ്. കുതിരപ്പുറത്തുള്ള പട്ടാളമാണ് കാവലിയേഴ്സ്. ഈ കുതിരപ്പുറത്തുള്ള പട്ടാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരുടെ പ്രതിനിധിയാണ്? രാജാവിന്റെ പ്രതിനിധിയല്ലേ കാവലറി. കാവലറി രാജാവിന്റെ ആൾക്കാരല്ലേ. അപ്പം ചാൾസ് രാജാവിനെ സപ്പോർട്ട് ചെയ്ത പള്ളിക്കാരും പട്ടാളക്കാരും പട്ടക്കാരും നാട്ടുകാരുമാണ് കാവലിയേഴ്സ് എന്ന് പറയുന്നത്. റോയൽ ഫാമിലിയുമായിട്ട് അലീജിയൻസ് വെച്ച് പുലർത്തിയ ആൾക്കാരാണ് കാവലിയേഴ്സ്. ഇപ്പം സാധാരണ ജനങ്ങൾ, അതായത് നമ്മൾ നേരത്തെ കണ്ടു ഈ പ്യൂരിറ്റൻസ്, സാധാരണ കർഷകർ, ട്രേഡേഴ്സ്, ചെറിയ ചെറിയ ലാൻഡ് ലോഡ്സ്, ഇവരൊക്കെയാണ് റൗണ്ട് ഹെഡ്സിനകത്തുള്ളത്, റൗണ്ട് ഹെഡ്സ് എന്ന ഗ്രൂപ്പിനകത്തുള്ളത്. അപ്പൊ ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവലിയേഴ്സിനും റൗണ്ട് ഹെഡ്സിനും ഇടയിൽ നടന്ന യുദ്ധമാണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു റിവിഷൻ നടത്താം. ചൈനീസ് സിവിൽ വാറിലെ പാർട്ടീസ് ആരായിരുന്നു? ചൈനീസ് സിവിൽ വാറിലെ പാർട്ടീസ് ആരായിരുന്നു? കുമിങ്താങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെ? യെസ്, വെരി ഗുഡ്. അപ്പം റഷ്യൻ സിവിൽ വാറിലെ പാർട്ടീസ് ആരൊക്കെയാണ്? റഷ്യൻ സിവിൽ വാറിലെ പാർട്ടീസ് ആരൊക്കെയായിരുന്നു? റെഡും വൈറ്റും അല്ലെ, ഇവരായിരുന്നു റോയലിസ്റ്റുകൾ, ഇവര് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പം ഇവിടുത്തെ പാർട്ടീസ്, അതായത് ഗ്ലോറിയസ് റെവല്യൂഷനിലെ സിവിൽ വാറിലെ പാർട്ടീസ് റൗണ്ട് ഹെഡ്സും കാവലിയേഴ്സും എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമുക്ക് ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് അതൊക്കെ വരാം. ഓക്കെ, ഇതാണ് പ്യൂരിറ്റൻ റെവല്യൂഷന്റെ കോണ്ടെക്സ്റ്റ്. തുടക്കത്തില് ഈ സിവിൽ വാറിൽ രണ്ട് പക്ഷത്തിനും ജയിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാജാവിന്റെ കയ്യിൽ പട്ടാളമുണ്ട്, കുതിരപ്പട്ടാളമുണ്ട്, പീരങ്കിയുണ്ട്, തോക്കുണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്, വടിവാളുണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധന ജനങ്ങളുടെ കയ്യിൽ നിന്നുണ്ട്, അവരുടെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവ് ജയിക്കാൻ തുടങ്ങുന്നുണ്ട്, ജനങ്ങളെ തോക്കുകയും രാജാവ് ജയിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ എന്ന് ജനങ്ങൾ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഒളിവർ ക്രോംവെൽ. ഇദ്ദേഹം ന്യൂ മോഡൽ ആർമി എന്നൊരു ആർമിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് രാജാവിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ന്യൂ മോഡൽ ആർമി. PCയുടെ ചോദ്യം, ന്യൂ മോഡൽ ആർമി സ്ഥാപിച്ചത് ആര്? ഒളിവർ ക്രോംവെൽ. ഈ ആർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ആർമിയാണ്. കാര്യം പാർലമെന്റിന് സ്വന്തമായിട്ട് ആർമി ഇല്ല. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിന് ആർമി ഉണ്ടോ? ഇല്ല. സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്. ഈ ഇംഗ്ലണ്ടിലെ സിസ്റ്റം അതാ, ഇംഗ്ലണ്ടിലെ പാർലമെന്റിന് ആർമി ഇല്ല. സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ് ആരാ? അവിടെ ക്രൗൺ ആണ്. അതുകൊണ്ട് പാർലമെന്റിന് വേണ്ടിയിട്ട് ഒരു പട്ടാളത്തെ സൃഷ്ടിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒളിവർ ക്രോംവെൽ. എന്താ പറയാ, അടിപൊളി മനുഷ്യൻ. ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പട്ടാളത്തെ കൊണ്ടുവരുന്നു, ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് ഭയങ്കരമായിട്ട് പവർഫുൾ ആവുകയും രാജാവിന്റെ പട്ടാളത്തെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒളിവർ ക്രോംവെലിന്റെ ന്യൂ മോഡൽ ആർമി ബ്രിട്ടീഷ് പട്ടാളത്തെ അട്ടിമറിച്ച് രാജാവിനെ പബ്ലിക്കായിട്ട് തലവെട്ടിക്കൊല്ലുന്നുണ്ട്. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനും കണ്ടൊരു കാര്യമാണ്, രാജാവിനെ പബ്ലിക്കായിട്ട് ബിഹെഡ് ചെയ്യുന്ന ഒരു കാര്യം. അതൊക്കെ തുടക്കം ഇടുന്ന കൂടാണ്. പക്ഷെ ഞാൻ ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജാവിനെ പബ്ലിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. ഈ ഒരു ട്രൂ റെവല്യൂഷന്റെ ഭാഗമായിട്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ ഫസ്റ്റ് ട്രൂ റെവല്യൂഷൻ, ഒരു ട്രൂ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാജാവിനെ നമ്മൾ തലവെട്ടി കൊല്ലുന്നത്. ഇവിടെയാണ് ഒരു പബ്ലിക് ബിഹെഡിങ് ഓഫ് രാജാവ് ആദ്യമായിട്ടാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ. കാര്യം ഈ പറയുന്ന ഇംഗ്ലീഷ് സിവിൽ വാർ കഴിയുമ്പോഴത്തേക്കും
രാജാവിനെ ജനങ്ങൾ പബ്ലിക്കായിട്ട് തല വെട്ടി കൊള്ളുന്നുണ്ട്. പക്ഷെ ഇതൊരു ട്രൂ റെവല്യൂഷൻ അല്ല. ട്രൂ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഈ ഇൻസിഡന്റ് നടക്കുന്നത് ഫ്രാൻസിലാണ്. പക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജാവിനെ പബ്ലിക്കായിട്ട് ബിഹേഡ് ചെയ്യുന്ന എവിടെയാന്ന് നോക്കുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷന് മുമ്പ് നടന്ന സിവിൽ വാറിലാണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം. ഇപ്പോഴും നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഗ്ലോറിയസ് റെവല്യൂഷൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തിൽ നിന്നാണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ 5 മിനിറ്റ് പറയാനുള്ളതേ ഉള്ളൂ, അത് തീരും. അവിടെ ചോദ്യം വരാൻ പോകുന്ന ചോദ്യം മൊത്തം ഇവിടുന്നായിരിക്കും. ഓക്കെ, അപ്പം ചാൾസ് രാജാവിനെ അങ്ങനെ ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ന്യൂ മോഡൽ ആർമി പബ്ലിക്കായിട്ട് ബിഹെഡ് ചെയ്യാന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യം സെറ്റാണോ? മാഗ്ന കാർട്ട മുതൽ ഇപ്പോൾ ചാൾസ് ദ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിനെ പബ്ലിക്കായിട്ട് കൊല്ലുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ കണ്ടു. ഏതെങ്കിലും ഏരിയ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ഏരിയസ് വല്ലതും ഉണ്ടോ? ഇത് പല ഹിസ്റ്ററീസ് ഒരു സൈഡിൽ വന്ന് മെർജ് ചെയ്യുവാണ്. ഓക്കെ ആണെങ്കിൽ ഹാൻഡ് ഒന്ന് റേസ് ചെയ്യോ. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കുറച്ച് കീവേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഇതിലുള്ള ചരിത്രം നിങ്ങൾ കണ്ടു. ഈ ചരിത്രത്തിന് അവിടെ ഇവിടെയുള്ള ചില പോപ്പുലർ ആയിട്ടുള്ള കീവേഡുകൾ, നൗൺസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വിഗ് എന്താന്ന് വിഗ് വിഗ് തലമുടി ഇല്ലാത്ത ആൾക്കാർ തലയിൽ വിഗ് വെക്കും എന്ന് പറയാറുണ്ട് അല്ലെ? ആ വിഗ് അല്ല, മറ്റൊരു വിഗ് ആണ്. ഇതൊരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ്. അതായത് രാജഭരണം അല്ലെങ്കിൽ മൊണാർക്കിക്കെതിരായിട്ട് ബ്രിട്ടനിൽ 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിന്റെ പേരാണ് വിഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിഗിലെ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെതിരാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അത്തരത്തിൽ അവർ ഒത്തുകൂടിയ ക്ലബാണ് ഗ്രീൻ റിബൺ ക്ലബ് എന്ന് പറയുന്നത്. ഗ്രീൻ റിബൺ ക്ലബ് ഇത് വിഗുകളുടെ മീറ്റിംഗിന് ഒരു പ്രധാനപ്പെട്ട വെന്യൂ ആയിരുന്നു. നമുക്ക് PSC ചോദിച്ചത് ഗ്രീൻ റിബൺ ക്ലബ് എന്താണെന്നുള്ളതാണ്. യെസ്, വിഗ് വേഴ്സസ് ടോറി. അമ്മു, വെരി ഗുഡ്. നമ്മൾ ടോറിയിലോട്ടാണ് പോകാൻ പോകുന്നത്. ടോറി. സോ ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് വിഗിന്റെ വെന്യൂ ആണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്താണെന്നുള്ള ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്കിനി വരാൻ പോകുന്നത് എന്തായിരിക്കും? വിഗ് എന്താണെന്നായിരിക്കും അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് വിഗ് പോലെ ഒരു ഗ്രൂപ്പ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. അവരുടെ പേരെന്തായിരുന്നു? രാജാധികാരത്തിനെതിരായ അല്ലെങ്കിൽ രാജാവ് എക്കണോമിക്സിൽ ഇടപെടുക എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് രാജാവിന്റെ മൂക്കിന്റെ താഴെ ഫ്രാൻസിലുണ്ടായിരുന്നു. അവരുടെ പേരെന്തായിരുന്നു? ജേക്കോബിയൻസ് ഉണ്ട്, സമ്മതിക്കുന്നു. ജേക്കോബിയൻസിന് മുമ്പ് കുറച്ച് വേറൊരു ആൾക്കാരുണ്ടായിരുന്നല്ലോ. ജേക്കോബിയൻസ് പക്ഷെ രാജകൊട്ടാരത്തിനുള്ളിൽ അവർക്ക് സ്ഥാനം ഇല്ലായിരുന്നു. ഞാൻ രാജാവിന്റെ മൂക്കിന് താഴെ. യെസ്, ഫിസിയോക്രാറ്റ്സ്. കീർത്തന, വെരി ഗുഡ്. ഫിസിയോക്രസിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഫിസിയോക്രാറ്റ്സ് അല്ലെ? അവരായിരുന്നു ഫ്രാൻസിലെ വിഗിന് ഇക്വലന്റ് ആയിട്ടുള്ള ആൾക്കാർ. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്കിനി മറ്റൊരു എപ്പിസോഡിലോട്ട് പോവാം. ജനങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടി തിരഞ്ഞെടുത്ത ഒരു ലീഡറാണ് ഒളിവർ ക്രോംവെൽ. നമുക്കിവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യൂറോപ്പിൽ ആദ്യത്തെ റിപ്പബ്ലിക്കൻ ഭരണം എവിടെയാണ്? അല്ലെങ്കിൽ ബ്രിട്ടനിൽ റിപ്പബ്ലിക്കൻ ഭരണത്തിന്റെ നേതാവായിട്ട് വന്നത് ആര് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. എന്താ റിപ്പബ്ലിക്കൻ ഭരണം? റിപ്പബ്ലിക്കൻ ഭരണം മീൻസ് ഒരു നേതാവിനെ ജനങ്ങൾ എലക്ട് ചെയ്യുവാണെങ്കിൽ അതാണ് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇന്ന് ബ്രിട്ടൻ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണോ? കാര്യം ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ഹാൻഡ് ഒന്ന് റേസ് ചെയ്യൂ. യെസ്, ഓഡിബിൾ ആണ്. യെസ്. സോ ഇന്ന് ബ്രിട്ടന്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആരാ? ക്രൗൺ ആണ്. ക്രൗണിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നല്ലോ. ക്രൗണിനെ ജനങ്ങളല്ലല്ലോ ഏറ്റെടുക്കുന്നത്. ഓക്കെ, ക്രൗണിനെ ജനങ്ങളല്ല ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇന്ന് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് അല്ല. പക്ഷെ ഇന്ത്യ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിന് പ്രസിഡന്റിനെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി പ്രസിഡന്റിനെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങള് ഈ കാലഘട്ടത്തില് ഒളിവർ ക്രോംവെലിനെ നേതാവായിട്ട് ഇലക്ട് ചെയ്യുന്നുണ്ട്. നേരിട്ടല്ല, ജനങ്ങളാണല്ലോ പാർലമെന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഈ പാർലമെന്റ് ആണല്ലോ ഒളിവർ ക്രോംവെലിനെ ഇലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി സ്പീക്കിംഗ് ഒളിവർ ക്രോംവെൽ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്ര നേതാവാന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇനി മുതൽ ബ്രിട്ടന്റെ കാര്യം മുഴുവൻ തീരുമാനിക്കുന്ന ഒളിവർ ക്രോംവെലാണ്. പട്ടാളം, പാർലമെന്റ്, ജനങ്ങൾ എല്ലാവരുടെയും കാര്യം ഒളിവർ ക്രോംവെലാണ് തീരുമാനിക്കുന്നത്. ഒരു അതോറിറ്റേറിയൻ ഫിഗർ ആയിട്ട് ഇനി അങ്ങോട്ട് ഒളിവർ ക്രോംവെൽ മാറുക. അവിടെയാണ് പ്രൈഡ് പെർച്ച് എന്ന് പറയുന്ന സംഭവം. പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിവർ ക്രോംവെൽ ഒരു ജനറൽ ആയിരുന്നു. ഒളിവർ ക്രോംവെലിനെ എതിർക്കുന്ന
പാർലമെന്റേറിയൻസിനെ മുഴുവൻ കൊന്നു തള്ളിയ ഒരു ഇവന്റ് ആണ് പ്രൈഡ്സ് പെർച്ച്. അതായത് ഇംഗ്ലണ്ടിനെ നന്നാക്കാൻ ഒളിവർ ക്രോംവെലിനെ പാർലമെന്റ് ഇലക്ട് ചെയ്തത്. അതേ ഒളിവർ ക്രോംവെൽ അതിപ്പോ പാർലമെന്റിന്റെ അകത്തുള്ള ഒളിവർ ക്രോംവെലിനെ എതിർക്കുന്ന ആൾക്കാരെ കൊല്ലാൻ പോവാ. ഇതാണ് പ്രൈഡ്സ് പെർച്ച് എന്ന് പറയുന്നത്. ഇതിന് ഇക്വലന്റ് ആയിട്ട് ഫ്രാൻസിൽ നടന്ന ഇവന്റ് എന്താ? ഈ പ്രൈഡ്സ് പെർച്ചിന് ഇക്വലന്റ് ആയിട്ട് ഫ്രാൻസിൽ നടന്ന ഇവന്റ് രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ട് ജേക്കോബിയൻസ് ഇറങ്ങി പുറപ്പെടുന്നത്. ജനങ്ങളാണ് ജേക്കോബിയൻസിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ജേക്കോബിയൻസ് ജനങ്ങളെ കൊല്ലാൻ പിന്നെ പോകുന്നുണ്ട്. ആ ഇവന്റിന്റെ പേരെന്തായിരുന്നു? റെയിൻ ഓഫ് ടെറർ. എക്സാക്ട്ലി, റെയിൻ ഓഫ് ടെറർ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. പ്രൈഡ്സ് പെർച്ചും റെയിൻ ഓഫ് ടെററിന്റെ മറ്റൊരു വേർഷൻ ആണേ ഉള്ളൂ, അല്ലെ? അങ്ങനെ ന്യൂ മോഡൽ ആർമിയെ ഉപയോഗിച്ചിട്ട് ഹൗസ് ഓഫ് കോമൺസ്, നമ്മുടെ ലോക്സഭ, അവിടെ ഇവര് നടത്തുന്ന ഒരു അറ്റാക്ക് ആണ് പ്രൈഡ്സ് പെർച്ച് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇതാണ് അതിന്റെ ഫോട്ടോ. അങ്ങനെ 1648 ഒക്കെ ആവുമ്പോഴത്തേക്കും പാർലമെന്റിന്റെ കംപ്ലീറ്റ് പവർ ന്യൂ മോഡൽ ആർമിയുടെ കയ്യിൽ ഏറ്റെടുക്കണം. അവിടെ ഒളിവർ ക്രോംവെലിനെ എതിർത്ത പാർലമെന്റേറിയൻസിനെ ഒക്കെ പുറത്താക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ പാർലമെന്റിനെ ഒളിവർ ക്രോംവെൽ തകർക്കുന്നുണ്ട്. അതുപോലെ കുറെ ആൾക്കാരെ പുറത്താക്കുന്നു. ഇനി ബാക്കിയുള്ളത് ഒരു അവശിഷ്ട പാർലമെന്റ് ആണ്, റംപ് പാർലമെന്റ്. റംപ് എന്ന് വെച്ചാൽ അവശിഷ്ടം. അപ്പൊ അവശിഷ്ട പാർലമെന്റ് ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാ? ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒളിവർ ക്രോംവെലിന്റെ എന്താ പറയാ, അധികാരമോഹത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു ട്രാജഡിയാണ് റംപ് പാർലമെന്റ് എന്ന് പറയുന്നത്. റിമൈനിങ് പാർലമെന്റ്, റംപ് പാർലമെന്റ്. ഓർത്തിരിക്കുക, ലോങ് പാർലമെന്റ് ആരുടെ സമയത്തായിരുന്നു നടന്നത്? ലോങ് പാർലമെന്റ് ഏത് രാജാവിന്റെ സമയത്തായിരുന്നു ലോങ് പാർലമെന്റ് നടന്നത്? യെസ്, ചാൾസ് ദ ഫസ്റ്റ്. റംപ് പാർലമെന്റ് ഒളിവർ ക്രോംവെലിന്റെ സമയത്ത്, അല്ലെ? എക്സാക്ട്ലി. അങ്ങനെ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് 11 വർഷം ഇംഗ്ലണ്ടിനെ അടക്കി വാഴാൻ പോകുന്നത് ഒളിവർ ക്രോംവെലാണ്. 11 ഇയർ റിപ്പബ്ലിക് ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വ്യക്തിയാണ് ഒളിവർ ക്രോംവെൽ. അപ്പൊ ഇവിടെയാണ് ചോദ്യം, ഇംഗ്ലീഷ് കോമൺവെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒളിവർ ക്രോംവെൽ. ഇവിടെ നമ്മളൊന്ന് ബാക്കിലോട്ട് പോവാണെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച വ്യക്തിയാണ് ഒളിവർ ക്രോംവെൽ, അല്ലെ? ഈ ഒളിവർ ക്രോംവെലിനെ അതുകൊണ്ട് തന്നെ പാർലമെന്റ് വിളിക്കുന്ന ഒരു പേരുണ്ട്, ലോർഡ് പ്രൊട്ടക്ടർ. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന ഒരു മഹാനായ വ്യക്തി, ലോർഡ് പ്രൊട്ടക്ടർ. ഇപ്പൊ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഇതേ ഒളിവർ ക്രോംവെൽ തന്നെയാണ്. ഇതേ ഒളിവർ ക്രോംവെലാണ് ഇനി മുതൽ 11 വർഷം ബ്രിട്ടൻ ഭരിക്കാൻ പോകുന്നത്. ടെക്നിക്കലി ഇയാൾ ഉടായ്പാണെങ്കിലും സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഹീസ് എ റിപ്പബ്ലിക്കൻ ലീഡർ. പാർലമെന്റ് ആണ് പുള്ളിയെ തെരഞ്ഞെടുത്തത്. അപ്പം റിപ്പബ്ലിക്കൻ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്ത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ ഒളിവർ ക്രോംവെൽ ആണെന്ന് പറയാം. വളരെ വിചിത്രമായിട്ടുള്ള ജീവിതമായിരുന്നു ഒളിവർ ക്രോംവെൽ. കാര്യം പുള്ളി സൈഡിൽ കൂടി ഇതൊക്കെ ചെയ്യുകയും ചെയ്യും, പിന്നെ പക്ക റിയലിസം പറയുകയും ചെയ്യും. ഒരു അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാനായിട്ട് ഒരു കലാകാരൻ കൊട്ടാരത്തിലെത്തും. കലാകാരൻ വളരെ ഗ്ലാമറസ് ആയിട്ട് രാജാവിന്റെ പടമൊക്കെ വരച്ചു കൊടുക്കും. രാജാവ് പറയുന്നുണ്ട്, ഇത് ഞാനല്ല, എന്നെ നിങ്ങൾ വരയ്ക്കുമ്പം പെയിന്റ് മൈ പിക്ചർ എക്സാക്ട്ലി ലൈക്ക് മീ. അധികം ഗ്ലാമർ, ഇപ്പം മറ്റേ കാൻഡി ക്യാമും ഫിൽറ്ററും ഒക്കെ കൊടുക്കുന്ന പോലെ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പെയിന്റ് ചെയ്യുക. എന്റെ മുഖത്തിൽ ഓരോ ചുളിവും ഓരോ പിമ്പിൾസും ഓരോ റാറ്റ്സും കൃത്യമായിട്ട് ഡെപിക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് തന്നെ എന്റെ ഫോട്ടോ വരയ്ക്കുക. നിങ്ങൾ അധികം ബ്യൂട്ടിഫൈ ചെയ്യാൻ നിൽക്കേണ്ട. അത്രയ്ക്ക് വലിയ ആദർശവാനായിരുന്നു ഒളിവർ ക്രോംവെൽ എന്ന് പറയുന്നുണ്ട്. ഇതേ മനുഷ്യനാണ് 1650 ആകുമ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുന്നത്. പവർ കറപ്റ്റ്സ്, നമ്മൾ എപ്പോഴും പറയുന്നത് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാ പറയുന്നത്. എക്സ്ട്രീം ലാർജ് എമൗണ്ട് ഓഫ് പവർ ഒരാളുടെ വന്നു കഴിഞ്ഞാൽ അയാൾ കറപ്റ്റഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പവർ എപ്പോഴും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്, ഡിവിഷൻ ഓഫ് പവേഴ്സ്. കാര്യം 1649 ഈ പുള്ളി മൊണാർക്കി കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് കോമൺവെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. PSC ചോദ്യമാണ്, ബ്രിട്ടനിൽ കോമൺവെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒളിവർ ക്രോംവെൽ, അല്ലെ? ഇദ്ദേഹം ജോൺ ലംബർട്ട് എന്ന വ്യക്തിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നുണ്ട്. ഇതാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ മോഡേൺ വേൾഡിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ PSCയുടെ ആൻസർ കീയിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ? ഫസ്റ്റ് മോഡേൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഹോൾ വേൾഡ് അമേരിക്കയാണ്. PSCയുമായിട്ട് നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. അമേരിക്ക എന്നുള്ള തെറ്റ് തന്നെ നിങ്ങൾ പഠിച്ചോളൂ, മാർക്കാണ് പ്രധാനം. പക്ഷെ ഇവിടെ നമുക്ക് PSCയുടെ മറ്റൊരു ചോദ്യമുണ്ട്. ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതാര്? ജോൺ ലംബർട്ട്. ചോദ്യം വന്നിട്ടുണ്ട്, അപ്പൊ അതങ്ങനെ പഠിക്കാം. ഒളിവർ ക്രോംവെലിന്റെ സമയത്ത് യൂറോപ്പിൽ ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് അങ്ങനെയൊക്കെ ചോദിക്കണോ, നിങ്ങൾക്ക് ജോൺ ലംബർട്ടിനെ ചൂസ് ചെയ്യാം. അപ്പം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ വ്യക്തിയുടെ പേര് എന്താ? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ വ്യക്തിയുടെ പേര്
ജെയിംസ് മാഡിസൺ, എക്സാക്ട്ലി മാഡിസൺ, വട്ട്, മാഡ് അങ്ങനെ ആലോചിച്ചാലും മതി അല്ലെ. യെസ്. എൻഡ് ഓഫ് ദി ഡേ ഒളിവർ ക്രോംവെല് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കത്തിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. സി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ പുള്ളി പണ്ട് ഭയങ്കര ആദർശവാനാണ്, നമ്മൾ കണ്ടില്ലേ. അധികാരത്തിന് വന്ന സമയത്ത് പുള്ളി ജോൺ ലംബർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നു. പിന്നാണ് മനസ്സിലായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പവർ കുറയും. അങ്ങനെ അതേ ക്രോംവെൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേൺ ചെയ്ത് ഹി ടോർ അപ്പ് ദി ഡോക്യുമെന്റ് ആൻഡ് ബേൺഡ് ഇറ്റ്, അല്ലെങ്കിൽ ബറീഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതോടുകൂടിയാണ് പുള്ളി ഒരു പക്ക മിലിറ്ററി ഡിക്റ്റേറ്റർ ആവുന്നത്. അപ്പം റിപ്പബ്ലിക്കൻ ഭരണാധികാരിയിൽ നിന്ന് ഒരു മിലിറ്ററി ഡിക്റ്റേറ്ററിലേക്കുള്ള ഒരു യാത്രയാണ് ഒളിവർ ക്രോംവെലിന്റെ കാര്യം പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ റം പാർലമെന്റിനെ 1653 ഒക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പിരിച്ചുവിടുന്നുണ്ട്. ഇനി ബ്രിട്ടനിൽ നടക്കാൻ പോകുന്നത് പ്രൊട്ടക്ടറേറ്റ് ഭരണമാണ്. പ്രൊട്ടക്ടറേറ്റ് ഭരണം, പ്രൊട്ടാക്ടർ അല്ല, പ്രൊട്ടക്ടറേറ്റ് ഭരണം. അടുത്ത ചോദ്യമാണ്, ഇംഗ്ലണ്ടിൽ പ്രൊട്ടക്ടറേറ്റ് ഭരണം ഏർപ്പെടുത്തിയതാര്? ലോർഡ് പ്രൊട്ടക്ടർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആരെയാ? ഒളിവർ ക്രോംവെലിനെ ആണല്ലോ. ആ വ്യക്തിയാണ് ഇംഗ്ലണ്ടിൽ പ്രൊട്ടക്ടറേറ്റ് ഭരണം ഏർപ്പെടുത്തുന്നത്. ഇതിനണ്ടറിൽ പക്ക ഒരു ഏകാധിപതിയെ പോലെയാണ് ഇംഗ്ലണ്ടിനെ ഒളിവർ ക്രോംവെൽ ഭരിക്കുന്നത്. ഓക്കെ. അപ്പം ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, രാജാവായിരുന്നു ഭേദം. രാജാവ് ഇങ്ങനെ നാട്ടുകാരെ കൊല്ലാൻ നടന്നിട്ടില്ല. രാജാവ് പുള്ളി വെള്ളമടിക്കും, ഈ പറഞ്ഞ പോലെ തൂർത്ത് കാണിക്കും, കുറച്ച് പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും ഒളിവർ ക്രോംവെലിന്റെ അത്ര പ്രശ്നം രാജാക്കന്മാർക്ക് ഇല്ലായിരുന്നു. അപ്പൊ ജനങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം, രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം, രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം. കാര്യം ബെറ്റർ ഓഫ് ദ ടു ഇവിൾസ് എന്ന് പറയുന്ന പോലെ രണ്ടും പ്രശ്നക്കാരാണ്. ക്രോംവെലിനും പ്രശ്നമാണ്, രാജാവും പ്രശ്നമാണ്. അപ്പം തമ്മിൽ ഭേദം തൊമ്മൻ, ഇതിലും ഭേദം രാജാവായിരുന്നു പറഞ്ഞു രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം. ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? തല വെട്ടിക്കളഞ്ഞില്ലേ, ഇനി ആ രാജാവിനെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ആ രാജാവിന്റെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ ഇതിന്റെ പാരലായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇവന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന ചില കീവേഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ. പ്യൂരിത്യൻ റെവല്യൂഷൻ ഏത് രാജ്യത്തിലായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം പ്യൂരിത്യൻ ധാർമ്മികത, പ്യൂരിത്യൻ മൊറാലിറ്റി എന്താണെന്നുള്ള ചോദ്യമാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ ഈ ഫ്രാൻസിലും കണ്ടൊരു കാര്യമാണ്, ജേക്കോബിയൻസ് അധികാരത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവര് ജനങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഇടപെടുന്നു. അവരുടെ ഭക്ഷണം എങ്ങനെ വേണം, വസ്ത്രം എങ്ങനെ വേണം, സമയം, ടൈം എങ്ങനെ ആയിരിക്കണം, അതിലൊക്കെ ഇടപെടുന്നു. സെയിം ചരിത്രമാണ് ഇവിടെ. ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ പ്യൂരിത്യൻസ് ജനങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇടപെട്ട് തുടങ്ങുക. അതായത് തിയേറ്ററിൽ പോകുന്നത് മഹാഭാവമാണെന്ന് പറയുക, അല്ലെങ്കിൽ സ്പോർട്സിലും ബാക്കിയുള്ള ഡാൻസ് കളിക്കുന്നത് പോലും അത് ധാർമ്മികതയ്ക്കെതിരാണ്, നിങ്ങൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പണ്ട് ഔറംഗസീബ് പറഞ്ഞ പരിപാടിയായിപ്പോയി അല്ലെ, പാട്ട് പാടാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല. അപ്പൊ ഔറംഗസീബിന്റെ പതനത്തിന്റെ വൺ ഓഫ് ദ റീസൺസും അതാണ് അല്ലെ, ജനങ്ങളുടെ പ്രൈവസിയിൽ ഏറെ ഇടപെട്ടു. ഇവിടെ ഇവരും ചെയ്യുന്ന സെയിം അബദ്ധമാണ്. അതാണ് പ്യൂരിത്യൻ മൊറാലിറ്റി. ജനങ്ങൾ ഇതും കൂടെ ആയപ്പോഴത്തെ അവർക്ക് സൈഡ്, അവർക്ക് സന്തോഷം ഡാൻസ് കളിക്കണം, സ്പോർട്സിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ പോയി ഒരു ഡ്രാമ കാണണം, അതിലൊന്നും ഇവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ജനങ്ങൾ കംപ്ലീറ്റ്ലി ഫെഡപ്പ് ആയിട്ട് ഒളിവർ ക്രോംവെലിനെതിരായിട്ട് ഇപ്പൊ തിരിയാൻ പോവാം. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒളിവർ ക്രോംവെൽ ഈ സമയത്ത് മതത്തിന്റെ കാര്യത്തിൽ ഇത്തിരി ടോളറേഷൻ വെച്ച് പുലർത്തുന്നുണ്ട്, ജ്യൂസിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി വിക്ടോറിയൻ മൊറാലിറ്റി പോലെ. എക്സാക്ട്ലി വിക്ടോറിയൻ മൊറാലിറ്റി പക്ഷെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് വിക്ടോറിയൻ മൊറാലിറ്റി. ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും അതിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. യെസ്. അപ്പം ഈ ക്രോംവെലിന്റെ റിലീജിയസ് പോളിസി എന്നൊന്ന് അറിഞ്ഞിരിക്കുക, പുള്ളി ബാക്കിയുള്ള മതങ്ങളൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് കത്തോലിക്സ്. അതായത് ഈ ഒളിവർ ക്രോംവെൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ജ്യൂസിന് തിരിച്ചു വരാം, ബാക്കിയുള്ള മതങ്ങൾക്ക് ഇവിടെ സ്ഥാനം കാണും, പക്ഷെ ക്രിസ്ത്യൻ റിലീജിയനകത്തുള്ള കത്തോലിക്ക സഭയെ ഈ പറയുന്ന പോലെ ഒളിവർ ക്രോംവെൽ അകറ്റി നിർത്തുന്നുണ്ട്. അതാണ് ജനങ്ങൾക്ക് ഹാലുള്ള പ്രധാനപ്പെട്ട റീസൺ. കാര്യം മതത്തിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇടപെടും. അതുകൊണ്ട് തന്നെ 1658 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒളിവർ ക്രോംവെൽ മരിക്കുവാണ്. അതിനുശേഷം റീസ്റ്റോറേഷൻ ആൻഡ് റെവല്യൂഷൻ എന്നൊരു എപ്പിസോഡിലേക്കാണ് ഇംഗ്ലണ്ട് പോകുന്നത്. റീസ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? റീസ്റ്റോറേഷൻ, പഴയ ഒരു കാർ റീസ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയ ഒരു TV റീസ്റ്റോർ ചെയ്യുന്നു. പഴയ സാധനത്തെ റിപ്പയർ വരെ കൊണ്ടുവരുന്ന പരിപാടിയല്ല റീസ്റ്റോറേഷൻ. ഇംഗ്ലണ്ടിലെ ജനത രാജാവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതാണ് റീസ്റ്റോറേഷൻ. ഈ ഒളിവർ ക്രോംവെലിന്റെ ഭരണത്തോടു കൂടി ഇവർക്ക് മതിയായി, ഒരു കംപ്ലീറ്റ്ലി റീസ്റ്റോറേഷനിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ ആരുടെയാ തലവെട്ടിക്കൊല്ലുന്നേ? ഏത് രാജാവിനെയാണ് തലവെട്ടിക്കൊല്ലുന്നേ?
ചാൾസ് വൺ, JC എന്ന് ഓർത്തിരിക്കുക. ജെയിംസ് വണ്ണിന്റെ സമയത്താണ് നോ ബിഷപ്പ് നോക്കിംഗ്. പിന്നെ ചാൾസ് വണ്ണിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ചാൾസ് വണ്ണിന്റെ മകൻ ചാൾസ് ദ സെക്കൻഡ് രംഗപ്രവേശം ചെയ്യാണ്. ഈ ചാൾസ് ദ സെക്കൻഡ്, അതായത് സ്വന്തം അച്ഛനെയാണ് ജനങ്ങൾ തലവെട്ടിക്കൊന്നത്. അപ്പൊ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇതേ ചാൾസ് ദ സെക്കൻഡ് തിരിച്ച് ബ്രിട്ടനിലേക്ക് വരും. ജനങ്ങൾ വലിയ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ വെൽക്കം ചെയ്തത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു പേടിയുണ്ട്. സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ രക്തമാണ് പുള്ളിയുടെ ശരീരത്തോട് ഒഴുകുന്നത്. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പ്രതികാരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനെ കൊന്നതിന് പ്രതികാരം ചെയ്യുന്നുള്ള പേടി വെക്കണം. പക്ഷെ ഓൺ ദ കോൺട്രറി, ഹി വാസ് എ വെരി ഗുഡ് കിങ്. ചാൾസ് ദ സെക്കൻഡ് അച്ഛനെ പോലെ അപ്പൂപ്പനെ പോലെയും അല്ലായിരുന്നു, വളരെ നല്ലൊരു രാജാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പീരീഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള രീതിയിൽ ഇംഗ്ലണ്ട് ഭരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പീരീഡ് വരുന്ന റീസ്റ്റോറേഷൻ, രാജാവിനെ റീസ്റ്റോർ ചെയ്തു. റീസ്റ്റോറേഷൻ ചോദിക്കും, റീസ്റ്റോറേഷൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ട് വിപ്ലവം. ഇതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഭരണത്തിൽ പോയ ഇംഗ്ലണ്ട് ഇന്നും രാജഭരണത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലെ. അവർ ചോദിച്ചിട്ടുള്ളത് ഹേബിയസ് കോർപ്പസ് റിട്ട് ഇംഗ്ലണ്ടിൽ ഏത് രാജാവാണ് കൊണ്ടുവരുന്നത് ചോദിച്ചു. ഇതേ ചാൾസ് സെക്കൻഡാ. ചാൾസ് സെക്കൻഡ് വളരെ നല്ല രാജാവാന്ന് നമ്മൾ പറഞ്ഞു. പുള്ളിയാണ് ഹേബിയസ് കോർപ്പസ് ഒക്കെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി മുതൽ അനാവശ്യമായിട്ട് ആരെ അറസ്റ്റ് ചെയ്യാനോ ജയിലിടാനോ ബ്രിട്ടീഷ് ക്രൗണിന് പോലും പറ്റില്ല. ചാൾസ് സെക്കൻഡ് അത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചാൾസ് ദ ഫസ്റ്റ് മരിക്കുന്നു. അടുത്തതായിട്ട് വരുന്ന രാജാവാണ്, സോറി ചാൾസ് ദ സെക്കൻഡ് മരിക്കുന്നു. അടുത്തതായിട്ട് വരുന്ന രാജാവാണ് ജെയിംസ് ദ സെക്കൻഡ്. ഇനിയാണ് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ ചരിത്രം പഠിക്കാൻ പോകുന്നത്. ജെയിംസ് ദ ഫസ്റ്റിന്റെയും ചാൾസ് ദ ഫസ്റ്റിന്റെയും രക്തമാണ് ജെയിംസ് ദ സെക്കൻഡ് എന്നുള്ളത്. വളരെ മോശപ്പെട്ട ഭരണാധികാരിയായിരുന്നു. അതായത് ഇവരുടെ അപ്പൂപ്പന്മാർക്ക്, അതായത് ചാൾസ് ദ ഫസ്റ്റ് ചെയ്ത അതേ അബദ്ധമാണ് ജെയിംസ് ദ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ചർച്ചിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരണം നടത്തുന്ന പരിപാടി. ഇതോട് കൂടിയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി മെയിൻ കോർ ആയിട്ടുള്ള തീമിലേക്ക് പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഒരു ബ്രേക്ക് വേണോ? ഒരു 5 minutes ബ്രേക്ക് വേണോ? പഠിപ്പിക്കാമോ? ഇനിയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ നമ്മൾ ആക്ച്വലി കടക്കാൻ പോകുന്നത്. ബ്രേക്ക് വേണ്ടല്ലോ. ഇനി തീർന്നു, വളരെ കുറച്ച് ഏരിയാസും കൂടെ ഉള്ളൂ. കുറച്ച് ഏരിയാസും കൂടെ ഉള്ളൂ, നമ്മൾ തീർന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ എന്തിനും അല്ല, ഇത് തീർന്നോണ്ട് വേൾഡ് ഹിസ്റ്ററി സിലബസ് തീരും. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നമ്മൾ വേൾഡ് ഹിസ്റ്ററി കുറെ തീരുവാണ്. അപ്പൊ ഇത് തീർത്തിട്ട് നമുക്ക് ഇന്ന ക്ലാസ് നിർത്താം. ഓക്കെ, സോ നമ്മൾ കണ്ടു ചാൾസ് ദ സെക്കൻഡ് മരിക്കുന്നു, ജെയിംസ് ദ സെക്കൻഡ് അധികാരത്തിൽ വരുന്നു. ജെയിംസ് ദ സെക്കൻഡ് പുള്ളിയുടെ അപ്പൂപ്പൻ ചാൾസ് ഫസ്റ്റിന്റെ തനി പകർപ്പാണ്. ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ, ഒരു കത്തോലിസിസം, അതായത് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന അവഗണനയ്ക്ക് എതിരായിട്ട് പ്രതികരിക്കണം. കാര്യം ഒളിവർ ക്രോംവെൽ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച കത്തോലിക്കന്മാരെയാ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ആക്ടുകൾ ഇദ്ദേഹം കൊണ്ടുവരിക. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹേബിയസ് കോർപ്പസിന് ഇദ്ദേഹം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കോമൺ ലോസ് ഇദ്ദേഹം വയലേറ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട സർക്കാർ സർവീസിലൊക്കെ കത്തോലിക്ക സഭാംഗങ്ങളെ അപ്പോയിന്റ് ചെയ്തു. ഇതിനെതിരായിട്ടൊക്കെ പാർലമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിയുടെ അപ്പൂപ്പൻ ചെയ്ത അതേ അബദ്ധം ജെയിംസ് ദ സെക്കൻഡ്, സോറി ചാൾസ് ദ ഫസ്റ്റ് എന്താ ചെയ്തത്? പാർലമെന്റ് എതിർത്തപ്പം ചാൾസ് ഫസ്റ്റ് പാർലമെന്റിനെ ഡിസോൾവ് ചെയ്തു. അതുകൊണ്ടാണ് പാർലമെന്റ് അതിനെ തല വെട്ടിക്കളഞ്ഞത്. അതേ അബദ്ധമാണ് ഈ മണ്ഡലം ചെയ്യുന്നത്. നോക്കൂ, ജെയിംസ് പാർലമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പം പാർലമെന്റ് ഡിസോൾവ് ചെയ്യുവാണ്. സ്വന്തം അപ്പൂപ്പന്റെ വിധി എന്താന്ന് പുള്ളി ആലോചിക്കുന്നില്ല. ഈ സമയത്തൊക്കെ ഇംഗ്ലണ്ടിലെ ജനത വളരെ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യാണ്. ബിക്കോസ് ജെയിംസിന്റെ ഒരു മകളുണ്ട്, മേരിക്കുട്ടി. നമ്മൾ ഏതാണ് മേരി. ഈ മേരിയെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ രാജാവ് തട്ടിപ്പോയി കഴിഞ്ഞാൽ മേരി ഭരണത്തിൽ വരും. അപ്പം പിന്നെ ഇംഗ്ലണ്ടിലെ അവസ്ഥ കുറച്ച് മെച്ചപ്പെടുക എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഈ സമയത്താണ് ജെയിംസ് രാജാവിന്റെ രണ്ടാമത്തെ ഭാര്യ ഒരു മകന് ജന്മം നൽകുന്നത്. ഇത് കണ്ടപ്പം ബ്രിട്ടനിലെ ആൾക്കാർക്ക് മനസ്സിലായി പണി കിട്ടി തുടങ്ങി. കാര്യം മകനും ഉണ്ട് മകളും ഉണ്ട്. ആദ്യ ഭാര്യയിൽ മകളുണ്ടെങ്കിലും രണ്ടാമത്തെ ഭാര്യയിൽ മകനാണ്. അപ്പം രാജഭരണ സ്വാഭാവികമായിട്ടും മകനിലേക്കാണ് പോകേണ്ടത്. ഈ മകൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഒരു പ്രശ്നക്കാരനാവാൻ സാധ്യത, അച്ഛനെ പോലെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്ത വരുവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പെതുക്കെ രാജാവിനെതിരായിട്ടുള്ള വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യെസ്. ഇവിടെ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോകുന്നതിന് കേട്ടിരുന്നാൽ മതി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ചാൾസ് രാജാവ് ആരാ?
പ്രൊട്ടസ്റ്റന്റ് സഭാ വിശ്വാസിയാണ്. ഈ ജെയിംസ് രാജാവ് ഈ പ്രശ്നങ്ങളിൽ ജെയിംസ് രാജാവും പ്രൊട്ടസ്റ്റന്റ് സഭയിലെ വിശ്വാസിയാണ്. സോറി കത്തോലിക് സഭയിലെ വിശ്വാസിയാണ്. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. ഈ ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് കത്തോലിക്ക സഭാ വിശ്വാസിയാണ്. പക്ഷെ ഇംഗ്ലണ്ടിലെ ജനത കൂടുതലും പ്രൊട്ടസ്റ്റൻസ് ആണ്. ഈ രാജാവിന്റെ മകളുണ്ടല്ലോ മേരി, പുള്ളിക്കാരി പ്രൊട്ടസ്റ്റന്റ് സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പുള്ളിക്കാരി ഇഷ്ടം. കാര്യം ഈ രാജാവ് തട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് രാജ്ഞിയായിട്ടുള്ള ക്യൂൻ മേരി ആയിരിക്കും വരിക. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്ന പ്രതീക്ഷയാണുള്ളത്. അപ്പോഴാണ് രാജാവിന്റെ മകൻ ജനിക്കുന്നത്. മകനെ രാജാവ് കത്തോലിക്കനായിട്ടെ വളർത്തും. അതുകൊണ്ട് തന്നെ ഇനി ഒരു കത്തോലിക്ക രാജാവ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ആളുടെ അടപ്പളകം എന്നുള്ളത് കൊണ്ട് അവർ ഒരു പക്ക റെവല്യൂഷനിലേക്ക് പോവാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ വന്നേക്കാം. ജെയിംസ് ദ സെക്കൻഡ് ആരാ? കത്തോലിക്കനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ മേരി പ്രൊട്ടസ്റ്റന്റ് സഭാ വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ മേരിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഇതൊരു ഇന്റൻസ് ക്ലാഷിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് രാജാവിന്റെ രാജസദസ്സിലുള്ള ആൾക്കാർ തന്നെ പെതുക്കെ ഒരു ഷിപ്പൊക്കെ പിടിച്ച് നെതർലാൻഡിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വില്യം രാജാവിനെ കണ്ട് പറയുന്നുണ്ട്, രാജാവെ നിങ്ങൾ വന്നു തന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്രമിച്ച് കീഴടക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തുതരാം. ഫ്രീ ആയിട്ട് ഒരു ഭാര്യയും കൊടുത്തരാം. അതാണ് അവർ പറയുന്നത്. അപ്പൊ രാജാവിന്റെ മനസ്സിൽ ആഹാ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാനും പറ്റും, കൂടെ ക്യൂൻ മേരി എന്ന് പറയുന്ന സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയും കിട്ടും. രാജാവ് എട്ടം വലം നോക്കിയില്ല, അടുത്ത കപ്പൽ പിടിച്ചു വരുക. ഇതൊക്കെ രാജാവിന്റെ ധൈര്യത്തിന് പുറത്തല്ല. ഇംഗ്ലണ്ടിലെ ഈ ജെയിംസ് ദ സെക്കൻഡിന്റെ കൊട്ടാരത്തിലുള്ള ആൾക്കാരിനെ പോയി അഷുറൻസ് കൊടുക്കുന്നുണ്ട്. എന്താ, നിങ്ങളൊന്ന് വന്നു തന്നാൽ മതി, ഓറഞ്ച് രാജവംശം കുറച്ച് കപ്പലുമായിട്ട് വന്നാൽ മതി, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ രാജാവിനെ തോപ്പിച്ച് കൈ തരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓറഞ്ച് ദിനാസ്റ്റിയിലെ വില്യം രാജാവ് മേരിയെ കാണാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. ഈ ന്യൂസ് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? ജെയിംസ് രാജാവ് ഓടി ഫ്രാൻസിലോട്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിലോട്ട് പുള്ളി ഫ്രാൻസിലോട്ട് രക്ഷപ്പെടുന്നത് ഈ സമയത്ത് ഫ്രാൻസിലെ ബർബൺ ഡൈനാസ്റ്റി ഇദ്ദേഹത്തിന്റെ കസിൻസ് അവിടെ ഭരിക്കുന്നത്. കസിന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. അപ്പം രാജാവില്ല, പിന്നെ യുദ്ധം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് വില്യം വന്നപ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ആ രാജ്യത്തിനെ കീഴടക്കാൻ പറ്റും. രാജാവ് പോലും ഇല്ലല്ലോ. അങ്ങനെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എൻഡ് ചെയ്യുന്നത്. ബ്ലഡ്ലെസ് റെവല്യൂഷൻ അതിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? മറ്റേ പഞ്ചാബി ഹൗസിനകത്ത് കൊച്ചിൻ ഹനീഫ പറയുന്ന പോലെ പൊട്ടനും പോയി ബോട്ടും കിട്ടി ജഗ 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 എന്ന് പറയുന്ന പോലെ വില്യം രാജാവിന് ഭയങ്കരമായിട്ടുള്ള ലോട്ടറി കിട്ടി. പുള്ളി യുദ്ധവും ചെയ്യേണ്ടി വന്നില്ല, പട്ടാളത്തെയും പിടിക്കേണ്ടി വന്നില്ല, ഒരു രാജ്യവും കിട്ടി, രാജ്ഞിയും കിട്ടി, എല്ലാം കിട്ടി. ഓൾ ബിക്കോസ് ഓഫ് ദ എന്താ പറയാ പിടിപ്പിക്കഡ് ഓഫ് ജെയിംസ് ദ സെക്കൻഡ്. അത്ര ചരിത്രം ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് ഇതിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കുന്ന കാര്യം ക്ലിയർ ആണോ? ആ ഒരു സ്റ്റോറി ലൈൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തെ കീവേഡ്സിലോട്ട് പോവാം. സ്റ്റോറി ലൈൻ റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പം ഗ്ലോറിയസ് റെവല്യൂഷന്റെ ചരിത്രം കഴിഞ്ഞു. നമുക്ക് ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ചില ഇമ്പോർട്ടന്റ് കീവേഡ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് എന്നൊരു കീവേഡ് ഉണ്ട്. ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ്. എന്താ ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ്? ജെയിംസ് രാജാവ് കൊണ്ടുവന്നൊരു നിയമമാണ് ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ്. അത് ആക്ച്വലി നല്ലൊരു നിയമമാണ്. കുറെ പോസിറ്റീവ് ആസ്പെക്ടുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവ്, ഗ്ലോറിയസ് റെവല്യൂഷന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കത്തോലിക്ക സഭയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രാജാവ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ്. ഇതിനണ്ടറിൽ ഒരു കത്തോലിക്ക സഭ ചില കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കത്തില്ല. അതായത് ചില പീനൽ ലോസ് സസ്പെൻഡ് ചെയ്തു, അവർക്ക് ഇതായിട്ട് ചില പീനൽ ലോസ് സസ്പെൻഡ് ചെയ്തു. അതാണ് ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ്. കൂടുതലൊന്നും പഠിക്കേണ്ട. ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് ഏത് റെവല്യൂഷനോട് ബന്ധപ്പെട്ടതാണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ. ഓക്കെ. അപ്പൊ ഇതിനു ശേഷമാണ് കിങ് പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യുന്നതും പിന്നെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉടായിപ്പ് മിനിയേച്ചർ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തത്. ഇതൊക്കെ കൊണ്ടാണ് പിന്നെ അവസാനം റെവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് മറക്കായിരുന്നാൽ മതി. അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രൊക്ലമേഷൻ ലൈൻ ഏത് റെവല്യൂഷനോട് ബന്ധപ്പെട്ടതാണ്? പ്രൊക്ലമേഷൻ ലൈൻ. പ്രൊക്ലമേഷൻ ലൈൻ ഏത് റെവല്യൂഷനോട് ബന്ധപ്പെട്ടതാണ്? യെസ്, അമേരിക്കൻ റെവല്യൂഷൻ. വെരി ഗുഡ്, അതുല്യ. അപ്പൊ അതോലുള്ള കീവേഡ്സ് പ്രതീക്ഷിക്കാം. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ കണ്ടു
ജെയിംസ് രാജാവ് ഓടി രക്ഷപ്പെടുന്നത് എങ്ങോട്ടാ? ഫ്രാൻസിലോട്ടാണ്. ഈ സമയത്ത് ഫ്രാൻസ് ഭരിക്കുന്നത് ലൂയി ദ 14th ആണ്. ലൂയി ദ 14th ആണ് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ എൻഡ്. അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് ഈ പറയുന്ന പോലെ അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ബിൽ ഓഫ് റൈറ്റ്സ് ആദ്യമേ വരുന്നത് ബ്രിട്ടനിലാണ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിനകത്താണ് രാജാവിന്റെ അധികാരങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ധാരാളം അധികാരങ്ങൾ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് അമേരിക്ക കോപ്പി അടിക്കുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് പിന്നെ ഇന്ത്യ കോപ്പി അടിക്കുന്നത്. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് ഏത് രാജ്യത്തിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ഇന്ത്യ ഇൻഫ്ലുവൻസ്ഡ് ആയെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? US. അങ്ങനെ തന്നെ പഠിക്കുക. യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ആണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ അമേരിക്ക തന്നെ പഠിക്കുക. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് കൊളവാക്കരുത്. ഞങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു, നിങ്ങൾ പഠിപ്പിക്കാനുള്ള ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വരത്തുള്ളൂ. നിങ്ങൾക്ക് അതിന് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്? DPSP. അയർലൻഡ്. അയർലൻഡിനത് കിട്ടിയത് എവിടുന്നാ? സ്പെയിനിൽ നിന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഡോക്യുമെന്റ് സ്പെയിനിലെയാ. പക്ഷെ നമ്മൾ സ്പെയിനിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയാലോ പണി കിട്ടും. അപ്പൊ നമ്മളെടുത്ത അയർലൻഡിന്റെ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. യെസ്, ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ആദ്യത്തെ 10 അമെന്റ്മെന്റ് ആണ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇതല്ല അമെന്റ്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം തിരിഞ്ഞു പോകരുത്. അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആദ്യത്തെ 10 അമെന്റ്മെന്റുകൾ അടങ്ങുന്ന ഡോക്യുമെന്റ്. ഇതല്ല, ഇത് ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇവിടെ അമെന്റ്മെന്റിനുള്ള സ്കോപ്പ് പോലും ഇല്ല. കാര്യം അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല ബ്രിട്ടനിൽ. ഓക്കെ, അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആ ഒരു പിക്ചറിലേക്ക് തിരിച്ചു പോകേണ്ടത്. എന്താ, ഇവരെ അധികാരം ഏൽപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അതാണ് ഈ ഒരു പിക്ചറിന്റെ അവസാനം. നമ്മൾ പിക്ചറിൽ നിന്ന് തുടങ്ങി പിക്ചറിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അഡീഷണൽ റീഡിങ്ങിന് കുറച്ച് ഇൻഡെപ്തിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ ഡേറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡെമോക്രസിയെ ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇന്നത്തെ ക്യാബിനറ്റ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അഡീഷണൽ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കണം ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷെ വായിച്ചിരുന്നു കഴിഞ്ഞാൽ ടോട്ടൽ അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല പഠിക്കേണ്ടത്. നമുക്ക് അറിവ് എപ്പോഴും പഠിക്കുന്നൊന്നും വേസ്റ്റ് ആവില്ല. കുറച്ച് എക്സ്ട്രാ പഠിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ജസ്റ്റ് ഗോ ത്രൂ ദോസ് വേർഡ്സ്. 2 പേജ് എക്സ്ട്രാ ഉള്ളൂ. പക്ഷെ ആ ഒരു അഡീഷണൽ ഡേറ്റ നിങ്ങളെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പിക് നിങ്ങൾ എക്സ്പേർട്സ് ആവും. മനസ്സിലായല്ലേ? അപ്പൊ അത് ക്യാബിനറ്റ് സിസ്റ്റത്തിന് എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു, അമേരിക്കയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ശേഷമാണ് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.